എന്ന അതിമനോഹര ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എത്ര ആളുകൾക്ക് ജീവിതം എങ്ങനെ മധുരമുള്ളതാക്കാം? കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മധുര നാരങ്ങയെക്കാളും മധുരമുള്ളതാണ്. എങ്ങനെ അതാക്കാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു നോളജ് ഇത് അറിയണം എന്ന് താല്പര്യമുള്ളവരൊന്ന് യെസ് ടൈപ്പ് ചെയ്ത്. അതായത് എങ്ങനെയാണ് സാർ ജീവിതം മധുരമുള്ളതാക്കുക? നിങ്ങൾ പറയുന്നുണ്ടല്ലോ മധുരമുള്ളതാക്കണം ജീവിതം. എങ്ങനെ എനിക്ക് അത് മധുരമുള്ളതാക്കാം എന്നറിയുവാൻ താല്പര്യമുള്ളവർ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ചിരിക്കണം. ചിരിക്കുവാൻ അറിയാത്ത ആളുകൾക്ക് മനുഷ്യൻ ദൈവം നൽകിയ ഏറ്റവും വലിയൊരു വരദാനമാണ് ചിരി എന്ന് പറയുന്നത്. മുഖത്ത് ചിരി ഉണ്ടാവട്ടെ. എല്ലാവരുടെ മുഖത്തുനിന്ന് ചിരി ഉണ്ടാവട്ടെ. ചിരിക്കാൻ മറന്നുപോയ ആൾക്കാരുണ്ട്. ഒരാൾ മുമ്പൊരിക്കൽ എന്നോട് ചോദിച്ചു, സാറേ എല്ലാവരും ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ഒരു സംശയം, എങ്ങനെയാണ് സാർ ഈ ചിരിക്കുക? മനസ്സിലായില്ല. അപ്പൊ ചിരിക്കണം, നമ്മൾ ചിരിച്ചു കൊണ്ട് തുടങ്ങാം. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലൈഫിനെ എങ്ങനെ മനോഹരമാക്കാം എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം, ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടതായിരിക്കാം, ഒത്തിരി തവണ നിങ്ങൾ പല ക്ലാസ്സുകളും പല ട്രെയിനേഴ്സും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം. ഒരു നൂറ്റാണ്ടോളം നീണ്ടു നിന്ന ഒരു പഠനമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യന് മധുരമുള്ള ജീവിതം ലഭിക്കുക, അല്ലെങ്കിൽ ഏറ്റവും മധുരമുള്ള ജീവിതം ആർക്കാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയപ്പോൾ ഒരു സെർട്ടൺ ടൈപ്പ് ഓഫ് പീപ്പിളിന് ഏകദേശം ഒരു നൂറ്റാണ്ട് വരുമ്പോൾ ഒരു 80, 70, 80, 100 വർഷത്തിനടുത്ത് അവരെ വ്യത്യസ്ത റിസർച്ചേഴ്സ് മാറി മാറി നിരീക്ഷിച്ചു. ഒരാൾ ഒരു വിഭാഗം മരിച്ചാൽ ഇതുവരെ ഉള്ളത് എഴുതിയിട്ട് അടുത്ത റിസർച്ച് ടീമിന് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു നൂറ്റാണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു സെർട്ടൺ പീപ്പിളിനെ നിരീക്ഷിച്ചപ്പോൾ ഏറ്റവും മധുരമുള്ള ജീവിതം ആർക്ക് എന്നത് കൃത്യമായ മറുപടി കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാൻ പോകുന്നത്. മധുരമുള്ള ജീവിതമുള്ളത്, യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിക്കുന്നത്, ഹാപ്പിയായി അടിച്ചു പൊളിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എല്ലാ മാധുര്യത്തിന്റെയും ബേസ് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഏറ്റവും മനോഹരമായ ബന്ധങ്ങൾ ഉള്ളവരാണ് മധുരമുള്ള ജീവികൾ എന്നാണ് പഠനം പറയുന്നത്. അതായത് അയാളുടെ മാതാപിതാക്കളുമായി, ഭാര്യയുമായി, ഭർത്താവുമായി, സഹോദരങ്ങളുമായി, അയൽക്കാരുമായി, അതുപോലെ തന്നെ ഇടപഴകുന്ന സ്ഥലത്തു, അല്ലെങ്കിൽ അദ്ദേഹം പോകുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഇവിടങ്ങളിലൊക്കെ ഏറ്റവും സുന്ദരമായ, മനോഹരമായ, മധുരമുള്ള, ആരോഗ്യകരമായ, ഇയാൾ കടന്നു വരുമ്പം തന്നെ നാട്ടുകാർക്കൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി, ആ ബന്ധമല്ല ഇയാൾക്കും നാട്ടുകാർക്കും. അതായത് ആ രൂപത്തിലുള്ള ഒരു സന്തോഷകരമായ ബന്ധമുള്ള ആളുകളാണെന്നാണ്. അപ്പോ നമുക്ക് ജീവിതം മധുരമാക്കാൻ ആ രഹസ്യം നമുക്കൊന്ന് പഠിച്ചെടുക്കാം. അതായത് എങ്ങനെയാണ് ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഈ ഒരു മാധുര്യം നിലനിർത്തുക എന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യം. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യർ ഈ കാണുന്ന പോലെയൊന്നുമല്ല. പുറത്ത് പല വ്യത്യസ്ത രൂപത്തിൽ കാണുകയൊക്കെ ആണെങ്കിലും അകത്ത് എല്ലാവരും ഒരു പരിധിവരെ എല്ലാവരും ഇന്റേണൽ വാറിലാണ്. അകത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരുടെയും, മഹാഭൂരിപക്ഷം ആൾക്കാരുടെയും അകത്ത് ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ അവർക്ക് എപ്പോഴും പരിഗണന വേണം, സ്നേഹം വേണം, അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി അംഗീകരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത് രാജാവിനും ഉണ്ട്, അത് പ്രജക്കും ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. അപ്പോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഈ സ്നേഹവും കൺസിഡറേഷനും ഒക്കെ ശരിക്കും ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ജീവിതം മധുരമാക്കാൻ ഞാൻ ഇന്ന് പറയുന്ന പോയിന്റ് ഇത് എല്ലാ സ്ഥലത്തും കേൾക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ പോവരുത്. ഓരോരുത്തരും പറയുമ്പം അവരുടേതായ ആശയം അത് വേറെ വേറെ രൂപത്തിലായിരിക്കും പറയുക. ഒരു കാര്യമാണെങ്കിലും അത് പറയുന്ന ആളുകൾക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എഫക്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോ സ്നേഹവും പരിഗണനയും ഒക്കെ ലോകത്ത് സകല മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമുള്ളതായതുകൊണ്ട് രണ്ട് കാര്യം ശ്രദ്ധിക്കണം. സ്നേഹിക്കണം, പരിഗണിക്കണം. ഈ സ്നേഹിക്കപ്പെടുന്നു, പരിഗണിക്കപ്പെടുന്നു എന്നത് പ്രകടിപ്പിക്കണം. ഈ സ്നേഹിക്കപ്പെടുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നത്
എൻ്റെ ഉള്ളിലുള്ളത് മാത്രമല്ല, അത് പ്രകടിപ്പിക്കണം. ആ പ്രകടനം അത് സസ്റ്റൈനബിൾ ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അവിടെയാണ് ബന്ധങ്ങളുടെ മാതൃക. മനസ്സിലായില്ല? നമുക്കറിയാം, നമ്മൾ ശരീരം വൃത്തിയായിട്ടിരിക്കുന്നത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ കുളിച്ചത് കൊണ്ടാണോ? അല്ല, ഡെയിലി കുളിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? നമ്മുടെ പല്ലുകൾ വൃത്തിയായിരിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ വർഷത്തിൽ പല്ല് തേക്കുന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ പല്ല് തേക്കുന്നത് കൊണ്ടാണോ? ദിവസം രാവിലെയും വൈകുന്നേരവും തുടർച്ചയായി ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബന്ധം മധുരമുള്ളതാക്കണമെങ്കിൽ നമ്മൾ ഒന്ന് ഉയർന്ന വ്യക്തിയായി മാറണം എന്ന് മാത്രമല്ല, സ്നേഹവും പരിഗണനയും. ഒരാൾ പറയാണ്, സാറേ ഞാൻ എൻ്റെ വൈഫിനെ സ്നേഹിക്കാറുണ്ട്, അതായത് എപ്പോഴെങ്കിലും ഒക്കെ പ്രകടിപ്പിക്കുക, അതല്ല. 2-3 വർഷം കൂടുമ്പോൾ ടൂറിന് കൊണ്ടുപോവുക, അതല്ല. എപ്പോഴെങ്കിലും ഒരു ഗോൾഡിന് നെക്ലേസ് വാങ്ങി കൊടുക്കുക, അതല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്, ഞാൻ നിനക്ക് വില നൽകുന്നു, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ, അത് നമ്മുടെ ഉള്ളിലുള്ളത് യഥാർത്ഥ രീതിയിൽ പ്രകടിപ്പിക്കുകയും അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ മനോഹരത ഉണ്ടാവുക. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം നിർബന്ധമാണ്. മനസ്സിലായില്ലേ? എപ്പോഴെങ്കിലും ഒന്ന്, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നീ ഉണ്ടാക്കിയ ഫുഡ് അടിപൊളി, ഇത് എപ്പോഴെങ്കിലും ഒന്ന് പറയുക എന്നതല്ല അതിനർത്ഥം. എപ്പോഴും അതുമല്ല അതിനർത്ഥം. ഈ സത്യം തിരിച്ചറിയുക. ഞാൻ റിലേഷൻഷിപ്പിലുള്ള എൻ്റെ ഈ സുഹൃത്ത്, എൻ്റെ ഈ എന്താ പറയാ പങ്കാളി, അത് ആരുമാവട്ടെ, ഈ വ്യക്തിക്ക് ഞാനുമായി അഭേദ്യമായ ഒരു സ്നേഹബന്ധം, സ്നേഹോഷ്മളമായ ഈ ബന്ധം ഉണ്ടാവണമെങ്കിൽ എനിക്ക് എന്നോട് സ്നേഹമുള്ളതുപോലെ ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം. ഇത് തുടർച്ചയായി ഉണ്ടാവണം. ഏതെങ്കിലും സമയത്തുണ്ടായാൽ പോരാ എന്ന തിരിച്ചറിവ് ഒരു മനുഷ്യനുണ്ടായാൽ അയാളുടെ ബന്ധങ്ങളിൽ ഒരു പുനഃപരിശോധന സാധ്യമാകും. മനസ്സിലായോ? നിങ്ങൾക്ക് ഡൗട്ട്സോ മറ്റോ ചോദിക്കാനുള്ള സമയം ഒക്കെ ഞാൻ ഈ ക്ലാസ്സിന് ശേഷം തരും. ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലോകത്ത് മധുരമുള്ള ജീവിതം ഉള്ളത് നല്ല ബന്ധങ്ങൾ ഉള്ളവർക്കാണ്. നല്ല ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ സ്ഥിരമായി, കാരണം മനുഷ്യരെല്ലാവരും ഉള്ളുകൊണ്ട് ഒരുപോലെയാണ്. അധികം ആൾക്കാരും ഉള്ളിലൊക്കെ പാവമാണ്. ചിലവരെ കുറിച്ച് പറയാറുണ്ട്, അവനിങ്ങനെ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷെ ഉള്ളു പാവമാണ്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയായിരിക്കും. അതല്ലെങ്കിൽ അതിനേക്കാളും ഭൂരിപക്ഷം ആൾക്കാരുടെയും ഉള്ള് സംഘർഷഭരിതമാണ്. മനസ്സിലായോ? അതുകൊണ്ട് അവർക്ക് എവിടുന്നാണോ കമ്പാഷൻ കിട്ടുന്നത്, എവിടുന്നാണോ സമാധാനം കിട്ടുന്നത്, എവിടുന്നാണോ സ്നേഹത്തിന്റെ ഒരു തുള്ളി അവരുടെ മനസ്സിലോട്, അവരുടെ ഹൃദയത്തിലോട്ട് ഉറ്റുകിട്ടുന്നത്, അവിടെ അവർ പിടിച്ചിരിക്കും. ഇത് പഠിച്ചുകൊണ്ട് ബോധപൂർവം ഇന്റേണൽ കരുത്ത് നേടിക്കൊണ്ട് നമ്മൾ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ ആ ബന്ധം മധുരമുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. സാറേ ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചതുകൊണ്ട് എന്ത് കാര്യം? എനിക്ക് എന്നോട് എങ്ങനെ അതുപോലെ ഞാൻ അങ്ങോട്ടുണ്ടാവും. ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അപകടകരമായ ഒരു കാര്യം, നമ്മൾ അങ്ങനെ ഈ സ്നേഹത്തിനും മറ്റൊക്കെ ഒരു കച്ചവട കണ്ണു കൊടുക്കുകയാണെങ്കിൽ, എന്നെ എങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ അതുപോലെ അങ്ങോട്ട് നോക്കും. ഇത് നമ്മൾ ഒരു ഡിമാൻഡായിട്ട് വെക്കരുത്. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, വ്യത്യസ്ത രൂപത്തിൽ, ഉദാഹരണമായിട്ട് എൻ്റെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഈ സത്യം, അതായത് മനുഷ്യരെല്ലാവരും ഉള്ളിൽ പാവങ്ങളോ സംഘർഷഭരിതരമാണ്, അവർക്ക് സ്നേഹവും പരിഗണനയും ലാളനയും ഒക്കെ ആവശ്യമുണ്ട്. അത് അവർ പ്രകടിപ്പിക്കാത്തത്, എന്നോട് പ്രകടിപ്പിക്കാതെ അവർക്കത് അറിയില്ല. അതുകൊണ്ട്
എനിക്കാണ് ഇത് അറിയുക എന്ന രൂപത്തിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അല്ലാതെ മുയലിനൊക്കെ 2 ചെവിയാണ്, പക്ഷെ ഞാൻ പിടിച്ച മുയലിന് 3 ചെവിയാണ്. അല്ല മോനെ, ഈ ചെവി മുയലിന് ലോകത്തെല്ലാ മുയലുകൾക്കും 2 ചെവിയാണ്, അതൊക്കെ ശരി. പക്ഷെ ഞാൻ പറഞ്ഞത് ലോകത്തെ മുയലിന്റെ കാര്യമല്ല, ഞാൻ പിടിച്ച മുയലിന് 3 ചെവി ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റാൻഡ് ഒന്നും നമുക്ക് എടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചാലേ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കൂ എന്ന വാശി നമ്മൾ ഒഴിവാക്കുകയും അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബന്ധത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. ശരിയല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? എത്രയോ റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞ 2 കാര്യമില്ല. ആദ്യം പറഞ്ഞ കാര്യം കൺസിസ്റ്റൻസി ഇല്ല, സ്നേഹം പ്രകടിപ്പിക്കും എപ്പോഴെങ്കിലും ഒക്കെ, തുടർച്ചയില്ല. അതേപോലെ തന്നെ എന്നോട് ഇങ്ങോട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട്? ഈ ഒരു പ്രശ്നം ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഇല്ലേ പ്രിയപ്പെട്ടവരെ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. യെസ്, ഇതാണ് സത്യം. അപ്പൊ നമ്മളെ സ്നേഹിക്കുമ്പോൾ അത് വേറെ സബ്ജക്റ്റാണ്. അപ്പോൾ തന്നെ നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പെരുമാറ്റത്തിനും ഒക്കെ മാറ്റം ഉണ്ടാവും. നമ്മളെ ബഹുമാനിക്കുമ്പോൾ എത്രയോ ആൾക്കാരുണ്ട് സ്വന്തത്തെ ബഹുമാനിക്കൂല. സ്വന്തത്തെ ബഹുമാനിക്കണം. നമുക്ക് കൊടുക്കണം വില. മനസ്സിലായില്ലേ? നമ്മൾ ആരാധ്യ പുരുഷന്മാരായി നിങ്ങൾ മാതൃകാ ലീഡേഴ്സായി കാണുന്നവരൊക്കെ കയ്യും കാലും കണ്ണും മൂക്കും വിചാരങ്ങളുള്ള മനുഷ്യരാണ്. നിങ്ങളെപ്പോലെ തന്നെയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് അവരെ ബഹുമാനിക്കും പോലെ നമ്മളെയും ബഹുമാനിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-ാമത്തെ കാര്യം, 2 കാര്യം ഞാൻ പറഞ്ഞു. 3-ാമത്തെ കാര്യം, എപ്പോഴും നമുക്കൊരു വിവാഹം കഴിഞ്ഞ ഉടനെയൊക്കെ ചില ദമ്പതിമാരൊക്കെ കാണാം, എന്തൊരു സന്തോഷകരമായ യാത്രയായിരിക്കും. അവർ പോകുന്ന സ്ഥലം, അവർ പോകുന്ന പാർക്കുകൾ, അവിടെയൊക്കെ അവരെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കും. മനസ്സിലായില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹസ്ബൻഡ് വിളിക്കും, എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇവള് പറയും, ഞാനിങ്ങനെ എന്താ പറയാ, ചായ കുടിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും, ഭക്ഷണം കഴിച്ചോ? ആ, ഭക്ഷണം കഴിച്ചു. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ല, എന്നാ പെട്ടെന്ന് കഴിച്ചോ. മനസ്സിലായില്ലേ? കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും, എന്താ പരിപാടി? കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സൂക്ഷിക്കണം. മനസ്സിലായോ? ഇത് എല്ലാ കാലത്തും ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് തന്നെ സസ്റ്റൈനബിൾ ആവും എന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? കാരണം വൈവാഹിക ജീവിത സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഈ പറയുന്ന ഡോപമിന്റെയും അതുപോലെ തന്നെയുള്ള ഈ കെമിക്കൽ ഫാക്ടറിയുടെ ഒരു മഹാവിസ്ഫോടനം നടക്കുന്നത് കൊണ്ടാണ് റൊമാൻറ്റിക് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ബന്ധങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തെ മധുരമുള്ളതാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഒരു അൺകണ്ടീഷണൽ ലവ്, ഒരു വ്യവസ്ഥയുമില്ലാത്ത, എന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പണ്ടൊരു ഗുരു ശിഷ്യന്മാരെ കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു അരുവിയിലൂടെ, തോട്ടിലൂടെ വെള്ളം എങ്ങനെ ഒഴുകുന്നു, അവിടെ ഒരു തേള് കടന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ ഗുരു ആ തേളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴെല്ലാം ഈ തേള് കുത്തുന്നു. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, എന്താണ് ഗുരു, ഈ തേള് കുത്തുന്നില്ല, അതിനവിടെ ഇട്ട് പോരൂ എന്ന് പറഞ്ഞപ്പോ ഗുരു പറഞ്ഞു, ഈ തേള് കുത്താനേ അറിയൂ, എനിക്ക് രക്ഷിക്കാനേ അറിയൂ എന്ന് പറഞ്ഞ പോലെ ഒരു വ്യവസ്ഥയുമില്ലാത്ത സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അൺകണ്ടീഷണൽ ആയിട്ടുള്ള വ്യവസ്ഥയില്ല, എനിക്കെന്ത് കിട്ടും, ഞാൻ ഇപ്പൊ ഇവനെ സഹായിച്ചാൽ നാളെ എനിക്ക് എന്ത് കിട്ടും, ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വെക്കാതെ നമ്മൾ എന്താ പറയാ, മനോഹരമായ രൂപത്തിൽ, അതായത് തിരിച്ചറിയേണ്ടത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീഡാണ് തന്മയീഭാവം. തന്മയീഭാവം, അതായത് അധികം ആൾക്കാരും ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘർഷവും യുദ്ധവും അതിശക്തമായ കൊടുമ്പിരി കൊള്ളുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരെ അടുത്തിരുന്നു കൊണ്ടൊന്ന് കേൾക്കാൻ. ഞാൻ കേൾക്കാൻ പോവില്ല, കാരണം അവൻ എന്റേത് കേൾക്കാൻ വരുന്നില്ലല്ലോ. അവനും യുദ്ധത്തില്, ഇവനും യുദ്ധത്തില്. അപ്പോ ഈ സത്യം തിരിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനാണ് നമ്മൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. എല്ലാ ദിവസവും അല്പസമയം മനസ്സിനെയൊക്കെ ശാന്തമാക്കി ഈ രൂപത്തിലുള്ള വിസിതങ്ങളെയൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ മാറ്റിവെച്ച്
അതേപോലെ തന്നെ ഉള്ളിൽ കെമിക്കലുകൾ കൊണ്ട് നിറക്കപ്പെട്ട അവസ്ഥ ഉണ്ടെങ്കിൽ EFT പോലുള്ള ചില പ്രോഗ്രാംസുകളൊക്കെ ചെയ്ത് മനസ്സിൽ ഈ നന്മയും ശാന്തിയും സുഖവും ഒക്കെ നിറച്ച് കത്തിജ്വലിക്കുന്ന ഈ മനസ്സിനെ ഒന്ന് തണുപ്പിച്ച് ആ അഗ്നിയെ കെടുത്ത് ശാന്തിയിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ മുന്നോട്ട് വരണം എന്ന് 1000 തവണ നമ്മൾ പറയാൻ കാരണം ഇതാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ എപ്പോഴും കംപ്ലൈന്റ് ആണ്. എന്നോട് പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, സാറി പറഞ്ഞതൊക്കെ ശരി, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഒരാൾ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ്, കൊറോണക്ക് മുമ്പാണ്, എന്നോട് പറഞ്ഞു, ഒരു ഹസ്ബൻഡ് പറഞ്ഞു, സാറേ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് പറഞ്ഞത്, സൂയിസൈഡ് ചെയ്യാൻ മാത്രം ഇത്ര വലിയ ഇഷ്യൂ? പറഞ്ഞു, എൻ്റെ വൈഫ് ഒരു നിലക്കും യോജിച്ചു പോകുന്നില്ല, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അവളുടെ വഴക്ക് കേട്ട് സത്യം പറഞ്ഞാൽ സാറേ ജീവിക്കാൻ പറ്റുന്നില്ല, ജീവിക്കാനുള്ള മോഹം ദാഹവും ഒക്കെ തീർന്നു സാർ എന്നോട് പറഞ്ഞു. അദ്ദേഹം ഹാപ്പി പാർക്കിനെ പ്ലാറ്റ്ഫോമിൽ വന്നു. അന്ന് നമ്മൾ ട്രഷർ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ പല പ്രോഗ്രാംസുകളും അറ്റൻഡ് ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും പരസ്പരം വളരെ സന്തോഷത്തോടു കൂടി ഹോട്ടൽ കച്ചവടം ചെയ്യുന്നതാണ് പിന്നെ കാണുന്നത്. അവർക്ക് വീഡിയോ ഇട്ടുന്നു, സാറേ അന്ന് നിങ്ങളെ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? എന്താ ഇതിന് കാരണം? ഈ മനുഷ്യന്റെ ഉള്ളിൽ തണുത്തപ്പോൾ, ഈ മനുഷ്യന്റെ ഉള്ളിൽ പ്രകാശം കയറിയപ്പോൾ, ഈ മനുഷ്യൻ തന്റെ പങ്കാളിയുമായി കമ്പാഷനിലോട്ട് പോയപ്പോൾ, പങ്കാളിയുടെ മനസ്സ് മനസ്സിലാക്കുവാനും പങ്കാളി പറയുന്നതിനെ അത് പറയുന്ന അതേപോലെ തന്നെ എടുക്കാതെ, ചിലപ്പോ നമ്മുടെ പാർട്ട്ണർ നമ്മളോട് പറയും, മനുഷ്യ നിങ്ങളെ കൊണ്ട് വല്ല ഗുണമുണ്ടോ? അപ്പൊ ഇയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്നെ കൊണ്ട് ഗുണമൊന്നുമില്ലേ? അതിലയാൾ ഇങ്ങനെ എപ്പോഴും, അത് ഒരു പക്ഷെ ആ വ്യക്തി ഒരു വാചകം അങ്ങ് പറഞ്ഞതായിരിക്കാം, അതിൽ പിടിച്ചിട്ട് തന്നെ ചവിട്ടി താഴ്ത്തി ഇതിനെ പ്രതികാരം ചെയ്യണം, ഇതൊക്കെ വിട്ടുകളയും. മനസ്സിലായോ? പറഞ്ഞതെല്ലാം ചില അമേരിക്കൻ ലേഡീസൊക്കെ ഉണ്ട്, കേരളത്തിലൊക്കെ കുറവാന്ന് തോന്നുന്നു. എന്താ പറയാ, വൈവാഹിക ജീവിതത്തിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. എപ്പോഴും അത് ഓർത്തുകൊണ്ട് ഒരു ഡെമോക്രസിന്റെ വാള് പോലെ അത് ഉയർത്തി പിടിച്ചുകൊണ്ടാണ് അവരുടെ നിൽപ്പ്. അതായത് എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിനെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ഫസ്റ്റ് സൽക്കാരത്തിന് പോകുമ്പോൾ ഉണ്ടായ അനുഭവം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇദ്ദേഹം ദേഷ്യം പിടിച്ച് എന്തെങ്കിലും പറഞ്ഞ ചില സംഭവം, ചിലപ്പോൾ ചില ആളുകളുടെ മാതാപിതാക്കൾ അവരുടെ പിതാവ് മാതാവിനെ അടിക്കുന്ന രംഗമൊക്കെ കണ്ടു കാണും. ദേഷ്യം പിടിച്ചപ്പോൾ ചിലപ്പോൾ ഒന്ന് ഉന്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പിച്ചുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു വാളായിട്ട് അതൊക്കെ മനസ്സിലുണ്ടാവും. എന്നിട്ട് എവിടെ എങ്ങാനും വല്ല ഇഷ്യൂസ് വരുന്ന സമയത്ത് ആ വാൾ എടുത്തിട്ട് അയാളെ കുത്തും. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഈ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമാണോ ഈ വിഷം കുടിക്കുക അല്ലെങ്കിൽ എന്താ പറയാ പോയിസൺ ഇടുക എന്ന് പറഞ്ഞാൽ? ഒരിക്കലുമല്ല. ഒരാൾ നമ്മൾ ഇങ്ങോട്ട് ചീത്ത പറയുമ്പോൾ തിരിച്ച് നീ എന്നോട് വല്ലാതെ പറയേണ്ടതില്ല, നീ അതിനേക്കാളും എന്നോട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റെഫറൻസ് സഹിതം അങ്ങോട്ട് പറഞ്ഞാൽ ആ പ്രശ്നം തീരുമോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തീരില്ല. അതിനാണ് നമ്മുടെ അകത്ത് ഈ സത്യം, അതായത് എന്നോട് ഈ പറയുന്ന മനുഷ്യന്റെ ഉള്ളെന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടായാൽ, അതായത് ഒരു മനുഷ്യനോട് കാണിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയത് കമ്പാഷൻ ആണ്, അദ്ദേഹത്തോട് ഉള്ള ഒരു തന്മയി ഭാവമാണ്. എല്ലാവരും അത് അന്വേഷിക്കുന്നു. ഇപ്പൊ നമ്മൾ വീട്ടിലോട്ട് കയറി വരികയാണ്, വളരെ എന്താ പറയാ ഒത്തിരി വലിയ ഇടപാടുകളൊക്കെ നടത്തിയിട്ട് വീട്ടിലോട്ട് കയറി വരിക. വീട്ടിലോട്ട് കയറി വരുമ്പോ നമ്മുടെ പാർട്ട്നേഴ്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? ഒരു താങ്ങ്, ഒരു തണല്. അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ അത് മതി. വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ ചിലപ്പോൾ ചില ആളുകൾ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതൊന്നും ഇവിടെയല്ല കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എത്ര കടുത്തുട്ട സംഭവമാണെങ്കിലും ശരി, സമയമാണെങ്കിലും ശരി, ഇയാൾക്ക് വേണ്ടത് കമ്പാഷൻ ആണ്, ഇയാൾക്ക് വേണ്ടത് തന്മയി ഭാവമാണ്, ഇയാൾക്ക് വേണ്ടത് ഒരു തണുപ്പാണ്, ഇയാൾക്ക് വേണ്ടത് ഒരു ഷെൽട്ടറാണ് എന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ, എന്നെ അയാൾ മനസ്സിലാക്കുന്നില്ലല്ലോ, അയാൾ ശരിയായ ഞാൻ ശരിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരന്തരമായി നമ്മുടെ മനസ്സിൽ യുദ്ധം കെട്ടി നടക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ മധുരം നഷ്ടപ്പെടും. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്,
കമ്പാഷൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതിന് എവിടെയാണെങ്കിലും ശരി, ചില ആളുകളൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോൾ മറ്റേ ആൾക്ക് നമ്മൾ പറയുന്ന വാക്ക് ആ കേൾക്കുന്നവന്റെ മനസ്സ് എത്ര വ്രണപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ, മനസ്സിലായില്ലേ? ഞാനൊരിക്കൽ കേരളത്തിലെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാണ്. സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല, എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, വിജയത്തിന്റെ രസതന്ത്രം എന്ന പുസ്തകത്തിൽ. അപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോ എനിക്ക് ഗസ്റ്റ് സ്ഥലത്ത് എന്റെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഒരു 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 സാറുടെ ഒരു സ്പോട്ടിൽ അവിടെയുള്ള ഒരു PG വിദ്യാർത്ഥി തന്റെ വാഹനം വെച്ചു. ഈ സാറ് കടന്നിട്ട് കളിക്കുന്ന കളി ഉണ്ടല്ലോ, ഭാരമായ ഷൗട്ടിങ്, അത് ഇത്, ആരുടെ വണ്ടി. അങ്ങനെ ആ പയ്യൻ വന്നു, ആ പയ്യനെ നിരപ്പടം ചീത്ത പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടതാ ചോദിച്ചു. അപ്പൊ പയ്യൻ പിന്നെ പറഞ്ഞു, ഞാനിങ്ങനെ അത്യാവശ്യത്തിന് പോയതായിരുന്നു, ഇപ്പൊ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് സാറ് വരുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ ഈ അധ്യാപകൻ കൂട്ടാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ ഈ പൂച്ചക്ക് വിളയാട്ടം, എലിക്ക് പ്രാണവേദന എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ ഈ കേൾക്കുന്നവന്റെ മനസ്സിനെ നുറുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര്. എത്ര ദുഷ്ടന്മാരാണ് നമ്മൾ. കമ്പാഷൻ ഉള്ള ഒരാൾ അത് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഷൗട്ട് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഷൗട്ട് ഉണ്ടല്ലോ, നമ്മളെ ശൗര്യം, ഇതൊക്കെ തിരിച്ചടിയായിട്ട് കിട്ടും. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, മക്കളെ ആണെങ്കിലും ശരി, മക്കൾ മാതാപിതാക്കളെ ആണെങ്കിലും ശരി, ചിലപ്പോൾ ഇപ്പൊ അങ്ങനെ തിരിഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളെ തിരിച്ച് ഷൗട്ട് ചെയ്യുക മക്കള്. നല്ല കാലത്ത് വരെ പോറ്റി, ഇപ്പൊ മക്കളൊക്കെ ആളായപ്പോ, പൈസയൊക്കെ വന്നപ്പോ മക്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കണമെന്ന രൂപത്തിലോട്ട് ഷൗട്ട് ചെയ്യുക. ഉറപ്പാണ് ഈ ഷൗട്ടിങ് ഇവന്റെ മക്കൾ ഇവനെ കൊണ്ട് ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത്, തന്മയീഭാവമുള്ളവൻ താൻ പറയുന്നത് ഇപ്പം അവന്റെ മനസ്സിൽ ഏത് രൂപത്തിൽ കൊള്ളിയാൽ തറക്കുന്നു എന്ന ഒരു ചിന്ത ഉണ്ടാവും കമ്പാഷൻ ഉള്ളവൻ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചറിഞ്ഞ ഒരാൾ വെറുതെ അനാവശ്യമായ വഴക്കിന് പോവും. ഇനി വല്ല വഴക്കുണ്ടെങ്കിൽ ആ വഴക്ക് ഒഴിവാക്കുവാൻ എന്താ വഴിയെന്നാ നോക്കുക. അതല്ലാതെ ആ വഴക്കിന് അയാൾ പറയുന്നതിന് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മോശക്കാരനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാളും ശക്തമായ രൂപത്തിൽ അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് പരസ്പരം അങ്ങ് പറഞ്ഞ് ഇത് പറഞ്ഞ്, മനസ്സിലായില്ലേ? നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഒരു ഇത് എഴുതിയിട്ടുണ്ട്, നമ്മുടെ മാത്യു വെല്ലൂരിന്റെ ഒരു പുസ്തകത്തിൽ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, എന്താ പറയാ, സന്തുഷ്ട കുടുംബം. ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചു കാണും. മാത്യു വെല്ലൂർ ഒരു വലിയ പ്രശസ്തനായ എഴുത്തുകാരനാണ്. ഒരു അവർ ഭാര്യയും ഭർത്താവും കൂടി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു എലി ഓടി ഒരു മാളത്തിലോട്ട് പോയി. ഹസ്ബൻഡ് പറഞ്ഞു ഈ മാളത്തിലെ പോയത്, വൈഫ് പറഞ്ഞു ഈ മാളത്തിലെ പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം ആ പോക്ക് അവർ നിന്നു എന്ന് അദ്ദേഹം പറയുന്നത്. എവിടെ പ്രശ്നം വരുന്നോ അവിടുന്ന് പിന്മാറണം. തർക്കത്തിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ പ്രശ്നത്തിൽ ദൈവമില്ല, അവിടെ പിശാച് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പറയുന്ന വാക്ക് മറ്റൊരാളുടെ നെഞ്ച് തുളഞ്ഞു കയറും. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ബിസിനസ്സിലൊക്കെ എന്താ പറയാ, ഒരാൾ ഒരു പ്രൊഡക്റ്റ് ഗത്യന്തരമില്ലാണ്ട് വിൽക്കുകയാണ്. ഉദാഹരണമായിട്ട് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ചില ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും പലരും. അത് വാങ്ങാൻ വേണ്ടി വരുന്നവൻ 1 കോടി രൂപക്ക് ഒരു പ്രോപ്പർട്ടിക്ക് ഒരു കാര്യം ചെയ്യുക, 2 ലക്ഷം രൂപ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തരാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് മറ്റവന്റെ മനസ്സിനെ നുറുക്കി അങ്ങനെ അത് ഒരു 10 25 ലക്ഷത്തിന് 1 കോടി രൂപയുടെ പ്രൊഡക്റ്റ് അദ്ദേഹം അത്രയും നഷ്ടത്തിന് ആ വേദനയോടുകൂടി. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം, മറ്റവന്റെ വേദനയിൽ നമുക്ക് നേട്ടമുണ്ടാവില്ല എന്ന് തിരിച്ചറിയണം. പറയുന്ന വാക്കുകൾക്കൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം മനുഷ്യന്റെ ഉള്ളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നെ പോലെ തന്നെയാണ് അവൻ. അതാ ബൈബിൾ ഒരു വേർഡുണ്ട്, അപരൻ നിന്നോട് എങ്ങനെ പെരുമാറുമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, ആ പെരുമാറ്റം നീ അവനോട് പെരുമാറുക. അതൊരു ഫിലോസഫി അല്ല, അതൊരു ശാസ്ത്രം. ഒരാളെ ഈ കേൾക്കാനൊന്നും സമയമല്ല. നമുക്ക് അങ്ങോട്ട് പറയാനാ സമയമുള്ളത്, അതിനെന്നെ സമയമല്ല, ഫുൾ മൊബൈലിലാണ്. അപ്പൊ ജീവിതം ഡ്രൈ ആയിട്ട് മാറും. പിന്നെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ചെയ്യുന്ന എല്ലാം ആരൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാവും, ആരും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഉറപ്പാണ്
പ്രപഞ്ചബോധം ഇതെല്ലാം മൈൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാം റെക്കോർഡറുമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ഒരു കാലത്ത് തിരിച്ചു കിട്ടും, യാതൊരു സംശയമില്ല. മനസ്സിലായില്ലേ? അതൊക്കെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ ഉദാഹരണമായിട്ട് എന്താ പറയാ, നിങ്ങൾ പല നന്മയും ചെയ്യുന്നു, അത് അക്നോളജ് ചെയ്യുന്നില്ല എന്നാ നിങ്ങളുടെ പരാതിയെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ സെൽഫ് റെസ്പെക്ട് ഇല്ലാണ്ട് ചെയ്യരുത്. അവനവനെ ബഹുമാനിക്കാതെ ചെയ്യരുത്. അവനവനെ ബഹുമാനിച്ചുകൊണ്ട്, അവനവനെ സ്നേഹിച്ചുകൊണ്ട് നിരന്തരമായി ചെയ്യുക. അത് ഇപ്പോ എന്താ പറയാ, ലുലുമാൾ യൂസഫ് അലി, അദ്ദേഹം കണ്ടില്ലേ, നിങ്ങൾ എവിടെ പോയാലും അദ്ദേഹത്തിന് എംപ്ലോയീസിന് ഏതോ ഒരു തരം ടൈ കേടുന്നപ്പം ടൈ കിട്ടി കൊടുക്കുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, ലുലുമാൾ വർക്ക് ചെയ്ത എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന് ക്യാൻസർ വന്നപ്പോ യൂസുഫ് അലി സാറ് ഈ വഴിക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും എന്താ പറയാ, ആ കുടുംബത്തിന് ആശ്വാസം കൊടുക്കുകയൊക്കെ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അതിനർത്ഥം എന്താ ചോദിക്കുകയാണെങ്കിൽ, അവരെല്ലാവരും ഈ അവരുടെയൊക്കെ മനസ്സിലുള്ള ആ ഒരു അഗ്നി കാണുന്നു, ആ അഗ്നിയിലോട്ട് ജലമൊഴിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ആ ജോലിക്കാര് 10,60,000, 70,000, 80,000 ജോലിക്കാരൊക്കെ കൂടെ നിൽക്കുന്നത്. ഈ കമ്പാഷൻ, മറ്റവന്റെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കുവാനുള്ള കഴിവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിനക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ജീവിതം നിങ്ങൾ സ്വകാര്യമായി നിരീക്ഷിച്ചാൽ മതി. അവർ നരകതുല്യമായ അവസ്ഥയിലായിരിക്കും പോകുന്നത്. ഞാനുള്ളതെല്ലാം മുഖത്ത് നോക്കി പറയും എന്നൊക്കെ പറയുന്നവരുടെ ലൈഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നത് തന്നെ വൈവാഹിക ജീവിതത്തിൽ കപ്പിൾസും ചെയ്യണം. ഭാര്യയോട് ഒരു കാര്യം കയർത്ത് സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് കയർത്ത് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന വാക്ക് കൂരമ്പായിട്ട് എത്രത്തോളം അങ്ങോട്ട് അടിച്ചു കയറുമെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ശ്രദ്ധയോടുകൂടി ഈ കമ്പാഷനും ഈ എക്സ്പ്രഷനും, സ്നേഹം ചില ആൾക്കാർ പ്രകടിപ്പിക്കില്ല, മക്കളോടൊന്നും പ്രകടിപ്പിക്കില്ല, അവർ തലയിൽ കയറുമെന്ന് വിചാരിച്ചത് അത് ഏറ്റവും വലിയ ക്രൂരതയാണ്. മക്കൾ തലയിൽ കയറിയ എന്താ കിട്ടുക? എന്താ പ്രശ്നം? നിങ്ങൾ ഒരു മൂല്യമുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ വാല്യൂ ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ സ്വർണമാണെങ്കിൽ, നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അത് പെറുക്കിയെടുക്കും ആൾക്കാർ. മനസ്സിലായില്ലേ? മൂല്യമുള്ള ഒരാളാണെങ്കിൽ മക്കളെ തലയെ കയറാൻ അനുവദിക്കും. നേരെ മറിച്ച് നിങ്ങൾ വലിയ ആളായിട്ട് നിൽക്കണം, മക്കളൊക്കെ നിങ്ങൾ പറഞ്ഞ് കേൾക്കണം, നിങ്ങൾ റിമോട്ട് അനുസരിച്ച് മക്കൾ പ്രവർത്തിക്കണം എന്നൊക്കെ രൂപത്തിലുള്ള ചിന്തയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയും കുറയരുത്. എന്ത് സ്ഥാനമാണ് നമ്മൾ ഈ പറയുന്നത്? ആരുടെ മുമ്പിലാണ് ഈ സ്ഥാനം? അങ്ങനെയൊക്കെയുള്ള ഒരാളാവുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ മസിൽ പിടിച്ചിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ മസിലൊക്കെ പോവും, ഈ മക്കളൊക്കെ നിങ്ങൾ പറയാതെ തന്നെ തലയിൽ കയറിക്കോളും. അതുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രകടിപ്പിക്കണം. സ്നേഹിക്കുന്നുവെങ്കിൽ പ്രകടിപ്പിക്കണം. ഒരാള് നബിയോട് പറഞ്ഞു, നബി എനിക്ക് ഈ ആളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നബി ചോദിച്ചു, നീ അത് അയാളോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞു, നീ അത് അയാളോട് പോയിട്ട് പറയണം. നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ കാര്യം എനിക്ക് എന്താണെന്നറിയില്ല, അതിയായ ഇഷ്ടമാണ്. ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. മനസ്സിലായില്ലേ? ഇത് ഞാൻ ആദ്യം പറഞ്ഞു, തിരിച്ചു പോകുന്നു. കൺസിസ്റ്റൻസി ഉണ്ടാവണം. അപ്പോൾ ജീവിതം മധുരമുള്ളതായിട്ട്. വർഷത്തിൽ ഒരിക്കൽ പല്ല് തേച്ചിട്ട് കാര്യമില്ല. മാസത്തിൽ ഒരിക്കൽ കുളിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോ ഹെൽത്തി റിലേഷൻഷിപ്പ്, അതായത് മധുര നാരങ്ങ പോലെ ജീവിതം സന്തോഷമാവുവാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, അത് തുടർച്ചയായിട്ടുള്ള മെയിൻറ്റെയിനിങ് ആണ്. ഒരിക്കലും ഇന്ന് ചെയ്ത് നാളെ തന്നെ റെസ്പോണ്ട് പ്രതീക്ഷിക്കരുത്. ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പാണ് എല്ലാം ഒരു ബാങ്ക് അക്കൗണ്ടിൽ സേവ് ചെയ്യുന്നത് പോലെ അവിടെ ഇൻവെസ്റ്റഡ് ആണ്. ഉറപ്പ്. അത് എത്രയുണ്ടോ അത് പലിശ സഹിതം ഒരിക്കൽ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു കാലം വരും. വ്യവസ്ഥയില്ലാതെ ചെയ്യുക, അപ്പം പ്രപഞ്ചം വ്യവസ്ഥയോ ഇല്ലാതെ കിട്ടും. കൊടുക്കുന്ന സമയത്തൊക്കെ എണ്ണി അങ്ങനെ കണക്കാക്കി കൊടുക്കാണ്ടിരിക്കുക, അപ്പം പ്രപഞ്ചവും നമ്മൾക്ക് കണക്കില്ലാതെ കിട്ടും. നീ അളന്നാൽ നീ അളക്കപ്പെടും. നീ അളന്നാൽ നീ അളക്കപ്പെടും. നമുക്കൊന്നും വെറുതെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, പ്രിയപ്പെട്ടവർ.
എന്ത് തോന്നിയാസം ചെയ്യാം, ആരും കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ, എല്ലാം റെക്കോർഡറാണ് എന്ന് തിരിച്ചറിയുക. അപ്പൊ ഞാൻ ഇന്നത്തെ ടോപ്പിക്കില് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി സംവദിച്ചത് ഇതാണ്. അതായത് ജീവിതത്തെ മധുരമുള്ളതാക്കാം എങ്ങനെ എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. ഇവിടെ പാളിയാൽ എല്ലാം പാളി എന്ന് തിരിച്ചറിയുക. ഇനി മറ്റൊരു കാര്യം ഇതിന് കൂടെ തന്നെ പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് EFTയുടെ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതിൻ്റെ ആളുകളുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. വർഷങ്ങളായി നീണ്ടുനിന്ന വേദനകളൊക്കെ മാറി. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇന്ന് വരെ ലഭിക്കാത്ത അത്യധികം ആനന്ദവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അടുത്ത ആഴ്ച, അതായത് മെയ് 25-ന് എറണാകുളത്ത് വെച്ച് ഇതേ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച അവിടെ പോയപ്പോൾ ആ ഹാള് കണ്ടിരുന്നു. ഹാളിൽ പരിമിതമായ ആളുകളെ കൊള്ളൂ. ഒരു 100 ആൾ വരെയൊക്കെ പോയി അത്രേ വരും. അത് തന്നെ നമ്മൾ ടേബിളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഏകദേശം ഓൾമോസ്റ്റ് അതിൽ ആളുകൾ ഫില്ലായിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതൊക്കെ പങ്കെടുക്കുക. എന്നിട്ട് ജീവിതത്തെ ഒരു മധുര നാരങ്ങ എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയറൻസിനാണ്. അതുപോലെ എല്ലാ ദിവസവും ഹാപ്പി പാർക്കിൻ്റെ ഈ ഒരു മെഡിറ്റേഷൻ, അതായത് ഈ റിച്ച് വൈപ്പ് ക്ലബിൻ്റെ ഈ പ്രവർത്തനം ഉണ്ടാവും. അപ്പോൾ അത് എല്ലാ ദിവസവും ഉണ്ടാവും 6:30. ഇത് യൂട്യൂബിൽ കാണുന്ന ആൾക്കാർ അതിൽ വരിക. നമുക്ക് നേരിട്ട് കണ്ടുമുട്ടാം. ജീവിതം സന്തോഷകരമാക്കാം, സമൃദ്ധിയുള്ളതാക്കാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു.